ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്ന് ഓർത്ത് നിൽക്കുവാണേ. എന്നാൽ പിന്നെ ഇടിയപ്പം തന്നെ ആട്ടെ എന്ന് വിചാരിച്ചു വേഗം മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വാടിലേക്ക് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചു. പിന്നെന്താ പണി, വേഗം ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുവാണേ. അപ്പോഴാണ് പിന്നെ ഇന്നൊരു വിളി, അമ്മേന്ന്. ആരാ അത്? ആൾറിൻകുട്ടൻ തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വാടലിൽ ഇങ്ങനെ പരുത്തി ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈ ഇടിയപ്പമൊക്കെ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ആവി കയറ്റി ഇടിയപ്പം പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ആൾറിൻകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എനിക്കൊരു ഇടിയപ്പം കറക്കി ഉണ്ടാക്കണം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഞാനൊരു അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോയി ബ്രഷൊക്കെ ചെയ്ത് വാന്ന് പറഞ്ഞു വിട്ടേക്കുവാണേ. ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ ആൾറിൻ. എന്നാൽ പിന്നെ നമുക്കൊന്ന് കാണാമെന്ന് ഞാനുവേ കൈയോടെ ആൾറിൻകുട്ടൻ്റെ കയ്യിലോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്കോട് കറക്കാണേ, ഒന്നും വരുന്നില്ലല്ലോ അമ്മയെന്ന് ആൾറിനും. ഇതിൻ്റെ അകത്ത് എന്താണ് മാവില്ലേ അമ്മേ? എടാ കറക്കിയാലേ മാവ് വരത്തുള്ളൂ ഞാനും. വന്നേ. എന്തായാലും ആൾഡ്രസിൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പം ഞാൻ എന്തായാലും അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീ ഉണ്ടാക്കുന്ന നീ തന്നെ കഴിച്ചോണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ആൾഡ്രസ് ഉണ്ടാക്കിയതേ. ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആൾറിൻകുട്ടൻ ചോദിക്കുവാണേ, ഇത്ര കഷ്ടപ്പെട്ടാണോ അമ്മേ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. യുദ്ധമൊക്കെ കഴിഞ്ഞ് പടനായകൻ പോയി കേട്ടോ അടുക്കളയെന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.